സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കാപ്പി, കുരുമുളക് കൃഷികളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് കാർഷിക സെമിനാർ വ്യക്തമാക്കി. മണ്ണിന്റെ മൂല്യമനുസരിച്ച് കൃഷി ചെയ്യണമെന്നും അഭിപ്രായമുയർന്നു. കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യുന്നു. ആ രണ്ടും പരസ്പരം ചെയ്യാൻ പറ്റുന്ന കൃഷി എന്നതിനപ്പുറത്തേക്ക് ഏകവിള കൃഷിയിലേക്ക് നമ്മൾ പരിമിതപ്പെടാതെ ബഹുവിള കൃഷിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. അതിന് ഏറ്റവും അനുയോജ്യമായ ഉപദേശങ്ങളുമൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രദർശനമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഏതെന്ന് ചോദിച്ചാൽ വയനാടിൻ്റെ മണ്ണിനെ അറിയുന്ന, വയനാടിൻ്റെ മണ്ണിനെ കൃത്യമായി തിരിച്ചറിയുന്ന, അതിനെ ആദരിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന ഇങ്ങനെയൊരു വിഭാഗം ഈ നാട്ടിലുണ്ട് എന്ന് നമ്മുടെ പുതിയ തലമുറയെ അറിയിക്കുന്ന ഒരു സന്ദേശത്തിൻ്റെ വിനിമയം കൂടിയാണ് സത്യത്തിൽ ഈ സെമിനാർ. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കാപ്പി, കുരുമുളക് ശാസ്ത്രീയ കൃഷി, പരിപാലന മുറകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. 100-ലധികം കർഷകർ പങ്കെടുത്തു. കൃഷിവകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ PV വിക്രമൻ വിഷയാവതരണം നടത്തി. 67,500 ഹെക്ടറിലുള്ള കാപ്പിയാണ് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി. 38,000 ഹെക്ടറിൽ മാത്രമാണ് ജില്ലയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നത്. കാലക്രമേണ കുരുമുളക് കൃഷി കുറയുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ കൃഷിയുടെ പ്രശ്നം മനസ്സിലാക്കി സമീപിക്കാൻ കർഷകർ തയ്യാറാകണമെന്ന് PV വിക്രമൻ പറഞ്ഞു. ആകെ ഇന്ത്യയിലുണ്ടാകുന്ന 73,000 ടൺ കുരുമുളകിലെ നമ്മുടെ സംഭാവന 33,000 ടണ്ണോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് 28,000 കർണാടക ആ സ്ഥാനം കൊണ്ടുപോയി. 1ാം സ്ഥാനം കർണാടക കൊണ്ടുപോയി കുരുമുളകിൻ്റെ ഉൽപ്പാദനം. കാപ്പിയിൽ അവർ തന്നെയാണ് മുന്നിൽ. അപ്പോൾ കാലാവസ്ഥയിൽ വന്ന ഈ വ്യതിയാനം, അതായത് ചൂട്, നമുക്ക് പണ്ട് നമ്മൾ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പറ്റാത്ത വിളകളെന്ന് എഴുതിത്തള്ളിയ തെങ്ങിനും കമുകിനും റബ്ബറിനുമൊക്കെ അനുയോജ്യമായി മാറി. വയനാട് ജില്ലയിൽ 30-ലധികം സ്ഥലങ്ങളിൽ മണ്ണിന്റെ pH മൂല്യം 5-ൽ താഴെയാണെന്ന് സെമിനാർ വ്യക്തമാക്കി. മണ്ണറിഞ്ഞ്, വിത്തറിഞ്ഞ്, വിളയറിഞ്ഞ് വിളവെടുക്കലാണ് കൃഷിയിലെ എക്കാലത്തെയും വലിയ പാഠമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് മോഡറേറ്ററായി. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു പോൾ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ജ്യോതി P. ബാബു, കൃഷി വകുപ്പ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ K. ഷീബ ജോർജ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, വയനാട്.